ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ പ്രദർശനം ആരംഭിച്ചു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി MLA സേവർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ഉത്രാളിപ്പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ MR അനൂപ് കിഷോർ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, എക്സിബിഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി AK സതീഷ് കുമാർ, ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ, വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, കുമരല്ലൂർ ദേശം ജനറൽ സെക്രട്ടറി PA വിപിൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, ഫാദർ വർഗീസ് തരകൻ, കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് എന്നിവർ പ്രസംഗിച്ചു. 28 വരെയാണ് പ്രദർശനം. ഇതെല്ലാം തന്നെ മനുഷ്യർക്കിടയിലെ ഈടുറ്റ ഹൃദയബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദികൾ കൂടിയാണ്. എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ കൂടുതലായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. വീടുകളുടെ അടഞ്ഞു പോകുന്ന ആവാസ വ്യവസ്ഥയ്ക്കകത്ത് ഒറ്റപ്പെട്ടു പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാണ് അവരെ ഹിംസാത്മകമായിട്ടുള്ള ചെയ്തികളിലേക്കൊക്കെ നയിക്കുന്നത് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും മനുഷ്യ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായി കൂടിയാണ് നമ്മുടെ ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവ ഏറ്റവും മികവാർന്ന നിലയിൽ ഏറ്റവും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താനാകുക എന്നുള്ളത് ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന് മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ആനകളുടെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ചും അതുപോലെ വെടിക്കെട്ട് സംബന്ധിച്ചുമൊക്കെ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷം കൂടിയാണ്. തീർച്ചയായും കോടതി ഉത്തരവാദപ്പെട്ട നിലയിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. പ്രത്യേകിച്ച് മനുഷ്യജീവന് അപായമുണ്ടാകുന്ന സന്ദർഭങ്ങളിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് വരേണ്ടി വരുന്നത്. പക്ഷെ എത്രയോ തലമുറകളായിട്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നമ്മൾ അനുശീലിച്ചു പോരുന്ന ആ സാംസ്കാരിക സവിശേഷതകളുടെ ഭാഗമായിട്ടാണ് എഴുന്നള്ളിപ്പുകളും വെടിക്കെട്ടും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് വളരെ ബാലൻസ്ഡായ രീതിയിൽ തന്നെ ഏറ്റവും സംയമനത്തോടെ ഏറ്റവും കൃതഹസ്തതയോടെ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഈ പരിപാടികൾ മുൻകാല പ്രതാപത്തോടെ ചാരുതയോടെ തന്നെ സംഘടിപ്പിച്ചെടുക്കാൻ തീർച്ചയായും ജനപ്രതിനിധികളും ജനനേതാക്കളും ഒക്കെ വളരെ ജാഗ്രതയോടെ ഉത്തരവാദിത്ത പൂർണ്ണതയോടെ ഇടപെടേണ്ട ആവശ്യമാണ് ഈ സന്ദർഭം നമ്മുടെ മുൻപിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ MLA അടക്കമുള്ളവരുടെ ആശങ്കകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനപ്രിയമായ രീതിയിൽ തീരുമാനങ്ങൾ വരുന്നതിന് സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാനും ഒപ്പമുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാ ഭേദചിന്തകൾക്കും അതീതമായ ഒരു കൂട്ടായ്മയാണ് ഉത്രാളിക്കാവ് പൂരവും അതിൻ്റെ എക്സിബിഷനും. എന്തൊക്കെ വിയോജിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായാലും ഈ കൂട്ടായ്മ നമുക്ക് ശക്തിയായി കൊണ്ടുപോകുന്നതിന് ഇന്നിരിക്കുന്ന എല്ലാവരുടെയും സഹായം. തീർച്ചയായും ഉത്രാളിക്കാവ് പൂരം അതിൻ്റെ കെട്ടിലും മട്ടിലൊക്കെ തന്നെ അതിൻ്റെ മാറ്റു കുറയാതെ നടക്കും എന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയ ഒരു സാഹചര്യം കൂടിയാണ്. ഇനിയും 3 കേസ് കൂടി നമുക്ക് തീർക്കേണ്ടതുണ്ട് എന്ന് ഇവിടെ നമ്മുടെ ഇതര വെടിക്കെട്ടിൻ്റെ കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. 3 കേസ് കൂടി നമുക്ക് തീർപ്പായി ലഭിക്കേണ്ടതുണ്ട്.